പക്ഷെ ചേച്ചി ചേച്ചി ഇങ്ങനെ കിടക്കുന്നോണ്ട് സിദ്ധു ഉൾപ്പെടെ ഒരുപാട് പേര് സങ്കടപ്പെടുന്നുണ്ട്. സങ്കടപ്പെടട്ടെ, അത് കുറച്ചു കാലത്തേക്ക് മതിയല്ലോ. നമ്മളിപ്പോ ഒരു മരണച്ചുറ്റിനുള്ളിലാ, എന്തും സംഭവിക്കാം. ഇനിയൊരു ജീവൻ നമുക്കിടയിൽ നഷ്ടപ്പെടാൻ പാടില്ല മോളെ. അതിനാ ഞാൻ ഈ ത്യാഗം മുഴുവൻ സഹിക്കുന്നത്. നീ എനിക്കൊരു വാക്ക് തരണം. ഞാൻ പറഞ്ഞത് സിദ്ധു അടക്കം ആരും അറിയരുത്. എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നീയെങ്കിലും എന്നെ മനസ്സിലാക്കണം, എന്റെ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ സിദ്ധുവിനെ അവർ കൊല്ലും മോളെ. എന്റെ അമൃതേട്ടനെ കൊല്ലും. എന്റെ പേടി മോള് മനസ്സിലാക്കണം. വാക്കുതാ, ആരും അറിയില്ലെന്ന് എനിക്ക് വാക്കുതാ. ചേച്ചി പേടിക്കണ്ട. ചേച്ചി പറഞ്ഞതൊന്നും വേറൊരാളറിയാൻ പോകുന്നില്ല. ഞാനായിട്ട് ആരോടും പറയാനും പോകുന്നില്ല. ചേച്ചി പറഞ്ഞത് ശരിയാ. നമ്മളിപ്പോ ഒരു മരണച്ചുറ്റിനുള്ളിലാ. ഇനിയൊരു ജീവൻ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല. ഞാനുണ്ട് ചേച്ചിയുടെ കൂടെ. ശരത്ത്, ചന്ദ്ര, വിഷ്ണു, ഈ 3 പേരെയും നമ്മൾ പൂട്ടും ചേച്ചി. ഒറ്റ ചങ്ങലക്കിട്ട് പൂട്ടും. അതുവരെ ചേച്ചിക്ക് അഭിനയം തുടരാം. ഈ രഹസ്യം ഒരിക്കലും പുറത്തു പോവില്ല. മതി മോളെ, അത് മതി. നിന്നെ എനിക്ക് വിശ്വാസ. അതാ ഞാനല്ല നിന്നോട് പറഞ്ഞത്. സാറിന്റെ വീട്ടിൽ പോയിരുന്നല്ലേ? പോയിരുന്നല്ലോ. എന്തിനാ പോയത്? നിരഞ്ജന്റെ അമ്മയെ കാണാൻ. എന്താ പോകാൻ പാടില്ലായിരുന്നു? എൻ്റെ അമ്മയെ സാറിന് ഇഷ്ടമല്ലായിരുന്നല്ലോ, പിന്നെന്തിനാ കാണാൻ പോയത്? എനിക്ക് പോകണമെന്ന് തോന്നി, ഞാൻ പോയി. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ അമ്മയാണ്. പണ്ട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. ആ സ്ഥാനം അക്ഷരയ്ക്കായിരുന്നു, ഭാര്യയ്ക്ക്. ഭാര്യയെക്കാളും ഏതൊരാണിനും അമ്മ തന്നെ ആയിരിക്കുമല്ലോ വലുത്. വിവാഹത്തിന് ശേഷം ഒരു പുരുഷന്റെ ജീവിതത്തിൽ അമ്മയേക്കാൾ സ്ഥാനം ഭാര്യയ്ക്കാണ്. ഒന്ന് വയ്യാണ്ട് കിടന്നു നോക്ക്, അപ്പോൾ അറിയാം ആരാണ് വലുതെന്ന്. അമ്മയ്ക്ക് കൂടെ നിന്ന് പരിചരിക്കാൻ പറ്റുമോ? പക്ഷെ ഭാര്യയ്ക്ക് പറ്റും. അമ്മയ്ക്ക് പരിധികളുണ്ട്, പക്ഷേ ഭാര്യയ്ക്കതില്ല. എൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ലെങ്കിലോ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ. മറ്റുള്ളവരെങ്ങനെയാ അതിൽ കയറി ഒരു അഭിപ്രായം പറയുക? ഒരു കാര്യം മാത്രം ഞാൻ പറയാം, അമ്മയെ സ്നേഹിക്കണം, അത് വേണ്ടത് തന്നെയാണ്. പക്ഷേ അമ്മയ്ക്ക് വേണ്ടി ഭാര്യയെ മറന്നു കളയരുത്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചോ സാറ്? നിരഞ്ജനെക്കുറിച്ച് പലതും ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊക്കെ തെറ്റായിരുന്നുവെന്ന് നിരഞ്ജൻ തെളിയിച്ചുകൊണ്ടിരിക്കുക. അക്കൂട്ടത്തിൽ ഒരെണ്ണം കൂടി കൂട്ടരുത്. ഇതെന്റെ മകളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. ഒരു ബന്ധവും പരിധി വിട്ടു പോകാതെ നോക്കണം.
അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ശത്രുക്കളെ കുറിച്ച് അറിയാമല്ലോ. അവരുടെ കയ്യിലെ കളിപ്പാവയാകാൻ അവസരം ഉണ്ടാക്കരുത്. ശ്രദ്ധിച്ചാൽ നിരഞ്ജന് കൊള്ളാം. അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതം തന്നെയായിരിക്കും. എന്താ ദേവികെ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ആ അത് ആരും അറിയില്ലെന്ന് എനിക്ക് വാക്ക് താ. എന്താ ദേവികെ? അത് സിദ്ധു ഒന്ന് വരോ? എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ശരത്തിനെ കൊണ്ടുള്ള ശല്യം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുക സിദ്ധു. അതിനൊരു പരിഹാരം വേണം. അവനെ അവിടുന്ന് ഇറക്കി വിടാൻ പറ്റുമല്ലോ. വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് താൻ തന്നെയല്ലേ? അങ്ങനെ ചെയ്താ അവൻ രക്ഷപ്പെട്ടു പോകുന്നല്ലേ താൻ വിചാരിച്ചിരിക്കുന്നേ? അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ അത് ചെയ്യായിരുന്നു. ശരത്തിനെ ഇറക്കി വിടണ്ട. അതിന് പകരം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയല്ലോ. താൻ എങ്ങോട്ട് ഇറങ്ങാൻ? ഹോസ്റ്റലിലേക്കോ? ആലോചിക്കണം സിദ്ധു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാൽ അവനും അവിടെ നിന്ന് ഇറങ്ങും. അപ്പോ വീട്ടുകാർക്കെങ്കിലും മനസ്സമാധാനം കിട്ടുമല്ലോ. ഇതിനു വേണ്ടിയാണോ, ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയാണോ ദേവികെ നമ്മൾ ഇത്രയും നാളും കാത്തിരുന്നത്? അവനെ അങ്ങനെ ഇറങ്ങാൻ പാടില്ല ദേവികെ. ദേവിക പറയാറുള്ളത് പോലെ ഈ ചെയ്തതിനൊക്കെ അവനെ കൊണ്ട് എണ്ണി എണ്ണി കണക്ക് പറയിപ്പിക്കണം. അവനെ ഇഞ്ചിഞ്ചായി വേണം തീർക്കാൻ. അതിനു വേണ്ടത് എന്താണെന്ന് നമുക്ക് ആലോചിക്കാം. എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്?